Diya Fathimയെ പറ്റി പുതിയ ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഇന്ന് ദിയ ഫാത്തിമ മോളുടെ ഒരു അപ്ഡേറ്റുമായിട്ട് ജുനൈദിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ജുനൈദ് എന്താ പറയുന്നത് എന്ന് നമ്മൾക്ക് കണ്ടു നോക്കാം. കേസ് സംബന്ധിച്ച് എന്തായി, കേസ് എന്തായി, അതുപോലെ എന്താണ് പുതിയ അപ്ഡേറ്റുകൾ, എന്താണ് ഇതൊക്കെ അറിയാനായിരിക്കും നിങ്ങൾ ഒരുപാട് ആൾ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയാണ്, ഞാനിങ്ങനെ എന്നും വന്നിട്ട് നിങ്ങൾ ഓരോ കമന്റുകളും ഓരോ ആളുകളും വന്ന് വാട്സപ്പിലൊക്കെ ചോദിക്കുന്നു എന്തായി ചോദിക്കുന്നത് കേട്ടിട്ടായിരുന്നു ഞാൻ ചെറിയ ചെറിയ അപ്ഡേറ്റുകളൊക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കാന്ന് പറഞ്ഞ് വരുമ്പോൾ അതിന്റെ അടിയിലും കുറെ ആളുകൾ പറയുന്നത് എന്താ, നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അതിനടിയിൽ ഓരോ ആളുകൾ പറയും, പിന്നെ കിട്ടിയില്ലേ, കുട്ടീനെ കിട്ടിയില്ലേ, പിന്നെ കിട്ടിയിട്ട് വന്നാൽ പോരെ, എന്തിനാ വെറുതെ കാശുണ്ടാക്കാൻ ഇങ്ങനെ യൂട്യൂബിൽ കാശുണ്ടാക്കാൻ ഇങ്ങനെ ചുമ്മാ ഓരോ ദിവസം ഓരോ ന്യായങ്ങൾ പറഞ്ഞിട്ട് വരുന്നത് എന്തിനാന്നൊക്കെ. അപ്പൊ അതൊന്നും കേൾക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. പിന്നെ എല്ലാവരോടും സന്തോഷകരമായിട്ട് ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ്, ഞാൻ എപ്പോഴും പറയാണ് 99 അല്ല 100% കുഞ്ഞിനെ കണ്ടെത്തിയിരിക്കും. അതിനുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്കൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. അത് പറയേണ്ടത് മാത്രമേ ഞാൻ പറയുള്ളൂ. ഇൻഷാ അല്ലാഹ് പറയേണ്ട കാര്യങ്ങൾ മാത്രം. ഇപ്പൊ തൽക്കാലം ഒരു കാര്യങ്ങളും കേസിനെ അന്വേഷിച്ചിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളും പുറത്ത് പറയാൻ ഒരു നിർവാഹമില്ല. ഇൻഷാ അല്ലാഹ് ഞങ്ങളൊക്കെ വിചാരിക്കുന്നതിനപ്പുറത്തേക്കാണ് നമ്മൾ നീങ്ങിയിരിക്കുന്നത്. ഓരോ ദിവസവും കടന്നു പോകും തോറും വളരെ ആകാംക്ഷയോടെയാണ് ദിയ ഫാത്തിമ മോള് എന്ന് തിരിച്ചു വരും എന്ന ആ സന്തോഷ വാർത്ത കാണാനും കേൾക്കാനും ഇടവരും എന്ന ചിന്തയോടെയാണ് ഓരോ ദിവസവും ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ജുനൈദിൻ്റെ വീഡിയോ കണ്ടിട്ട് വളരെ വേഗം തന്നെ ആ ഒരു സന്തോഷ വാർത്ത നമ്മൾക്ക് ഏത് നിമിഷവും പ്രതീക്ഷിക്കാം എന്നുള്ളൊരു ചിന്തയാണ് മനസ്സിൽ ഉണ്ടാകുന്നത്. ദിയ മോൾക്ക് സംഭവിച്ചത് ഇനി വേറെ ഒരു കുഞ്ഞിനും സംഭവിക്കരുത് എന്ന കരുതലോടെ എല്ലാവരും ഇരിക്കണം. മോളെ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടാനായി ലോകമെമ്പാടുമുള്ള എല്ലാവരും ഒത്തൊരുമയോടുകൂടി പ്രാർത്ഥിക്കാനും ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിച്ചേരാനുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ദിയ ഫാത്തിമ മോളുമായിട്ട് സാമ്യത തോന്നിക്കുന്ന ഒരുപാട് കേസുകൾ നമ്മുടെ ചുറ്റിലും നടക്കുന്നുണ്ട്. അതുപോലെ ഏതാണ്ട് ഇതിന് സമാനമായിട്ടുള്ള മറ്റൊരു സംഭവമാണ് ചെന്നൈയിലുള്ള സാലിഗ്രാമം എന്ന സ്ഥലത്ത് നടന്നത്. നമ്മൾക്ക് ദിയ ഫാത്തിമ മോളെ പോലെ തന്നെ വേറൊരു മോളുടെ ദൃശ്യങ്ങൾ കുറച്ച് കണ്ടു നോക്കാം. A couple hailing from Saligram in Chennai lost their baby girl named Kavita 13 years ago. The girl has not been found all these years, but the couple, Ganesan and Vasanthi, have not stopped their efforts to search for her. Their daughter disappeared suddenly on September 19, 2011, when she was just 2 years old. At the time, she was playing near their house. The couple have been tirelessly searching for their daughter by spending huge amounts and taking the help of relatives and friends. Shocked, Ganesan, the father of the girl, works as a jewelry appraiser at a cooperative bank. He says that he has mobilized all his energy and spent a huge amount for finding their daughter so far. He has filed a case against the decision of the police to close the case. This photo is developed based on just 2 photographs that are available of the girl when she was just 2 years old. ஒன்று பார்த்தா அவளுக்கு தெரியுமான்றது தெரியல, ஏன்னா யார் வச்சுருக்காங்கன்றது தெரியல. அவளுக்கு வச்சுருக்கவங்க அவளுக்கு தெரியும் கண்டிப்பாக யார் எடுத்து போய் வச்சுருக்காங்கன்றது. அவங்க தயவு செஞ்சு நாங்கள் எத்தனை வருஷமாக 12 வருஷமாக கிட்டத்தட்ட நாங்கள் குழந்தைக்கோசம் நாங்கள் போராடிட்டு இருக்கோம். வச்சுருந்தவங்க யாராக இருந்தாலும் கொண்டு வந்து எங்கள் கிட்ட சேர்க்கணுன்றது தான் எங்களோடது. நாங்கள் 12 வருஷமாக ஏன்னா குழந்தைய தேடி கஷ்டப்பட்டு தான் இருக்கிறோம். நம்ம விடாமுயற்சியாக நாங்கள் பண்ணிகிட்டே தான் இருக்கோம் எல்லாமே. அது யார் இல்லை, மக்களாவது யாராவது அவங்ககிட்ட இருக்கிறது. ஏன்னா இப்போ கொடுத்துருக்க அந்த 14 வயசு ஃபோட்டோ அந்த ஜாடையில் யார் வச்சுருந்தாலும் இல்லை அவங்க தெரிஞ்சவங்க மூலமாவது எங்களுக்கு தெரியப்படுத்தினா ரொம்ப நல்லா. ചെന്നൈ ദമ്പതികളുടെ ഈ മോളെ 2011 2 വയസ്സുള്ളപ്പോൾ കാണാതാവുകയായിരുന്നു. വീട്ടിൻ്റെ അകത്ത് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെയാണ് പെട്ടെന്ന് ദിയ മോളുടെ പോലെ തന്നെയാണ് പെട്ടെന്ന് അമ്മ വന്ന് നോക്കിയപ്പോഴേക്കും മോളെ അവിടെ കാണാനില്ല. ഇപ്പോൾ ആ മോൾക്ക് 14 വയസ്സ് കാണും. അപ്പോൾ 14 വയസ്സിൽ പെൺകുട്ടി എങ്ങനെ ഇരിക്കും എന്നതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് AI സൃഷ്ടിച്ച ഫോട്ടോ ഉദ്യോഗസ്ഥർ വികസിപ്പിച്ചെടുത്തു. ഇതോടെ മോളെ കണ്ടെത്താനുള്ള ദമ്പതിമാരുടെ പ്രതീക്ഷ വീണ്ടും സജീവമായി. AI വികസിപ്പിച്ചെടുത്ത ഫോട്ടോ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും അയച്ചു കൊടുത്തു. സോഷ്യൽ മീഡിയയിൽ ഒന്നാകെ സഹായം തേടി മോളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ. ഇതിന് സമാനമായിട്ട് വേറൊരു കുഞ്ഞിൻ്റെ തട്ടിക്കൊണ്ടുപോകൽ കൂടി ഒരു നാടോടി സ്ത്രീയാണ് ആ കൃത്യം ചെയ്തത്. അപ്പോൾ ആ കുഞ്ഞിനെയും ചെന്നൈ പോലീസ് കണ്ടെടുത്തു. ആ വീഡിയോ ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. அப்பா பேரு ஓகே. உன்னை நேற்று ஒரு ஆண்டி கூப்பிட்டு போனாங்க இல்லையா, அடிச்சாங்களா? எங்க அடிச்சாங்க, எப்படி கூப்பிட்டு போனாங்க உன்னை? कैसा बुला जाइए, हाथ पर बुला जाइए, बोलो बस में जाइए, ट्रेन में जाइए, ऑटो में बुला जाए, किस में बुला जाए? ट्रेन में ये
ഫസ്റ്റ് ആട്ടോയിൽ കൂട്ടു പോനാங்களா? ട്രെയിനിൽ കൂട്ടു പോനാங்களா? കുഞ്ഞുങ്ങളെ ഇങ്ങനെ കാണാതാവുന്ന സംഭവങ്ങൾ ഗൗരവതരമായ ആശങ്കകൾ ഉണ്ടാക്കുന്നതാണ്. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ്റെ ചെയർമാൻ പറയുന്നു, വിഷയം വിശദമായി ചർച്ച ചെയ്യുന്നതിന് കുട്ടികളെ കാണാതായ കേസുകളുടെ അന്വേഷണത്തിൻ്റെ സ്ഥിതി പരിശോധിക്കുന്നതിനുമായിട്ടൊക്കെ പോലീസ് തലത്തിൽ യോഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. മിക്ക കുട്ടികളെ കണ്ടെത്തിയെങ്കിലും ചില കേസുകൾ ഇതുവരെ കണ്ടെത്താൻ ആയിട്ടില്ല. ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ ഉള്ളവർ ഒരുമിച്ച് നിൽക്കണം. ഇത്തരത്തിലുള്ള കേസുകൾ ഏകോപിത ശ്രമം കാരണം മാത്രമേ നമ്മൾക്ക് തെളിയിക്കാനാകുകയുള്ളൂ. ഇൻഷാ അല്ലാ എത്രയും പെട്ടെന്ന് നമ്മുടെ ദിയ മോളെ തിരികെ കിട്ടണേ എന്ന് പ്രാർത്ഥനയോടെ ജുനൈദിൻ്റെ ആത്മാർത്ഥതയോടെയുള്ള പരിശ്രമം വിജയത്തിൽ എത്തട്ടെ. ആ സന്തോഷ വാർത്ത എത്രയും പെട്ടെന്ന് കേൾക്കാൻ നമ്മൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.